അപ്പനായിരിക്കുക. എല്ലാം കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു അപ്പൻ ഇമേജ് ഉണ്ടല്ലോ, അതാകുക അത്ര എളുപ്പമല്ല. ഒത്തിരി ഒന്നും സ്നേഹിക്കാൻ വശമില്ലായിരിക്കും, സ്നേഹിക്കപ്പെടുന്നുമില്ലായിരിക്കും അപ്പന്മാര്. അങ്ങനെ ഒരു അപ്പനായിരിക്കുക എളുപ്പമല്ല. ഒപ്പം ഈ പിതൃത്വം ഒന്ന് എക്സസൈസ് ചെയ്യാൻ എളുപ്പമല്ല. ടു ബി എ ഫാദർ നോട്ട് ആൻ ഈസി തിങ്. അമ്മയാകാൻ പിന്നെയും കുറച്ചുകൂടെ എളുപ്പമാണ്. ശരിയാണ്, ഫിസിക്കൽ സ്ട്രഗിൾസ് കൂടുതൽ അമ്മമാർക്കാണ്, എനിക്കറിയാം, മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാലും അപ്പനായിരിക്കുക. ഈശോ ഭൂമിയിൽ അപ്പ എന്ന് വിളിച്ച ഏക മനുഷ്യനാരാണ്? പെട്ടെന്ന് ആ ചോദ്യം വന്നപ്പോൾ പതറിപ്പോയി. ആരെയായിരിക്കും? ഈശോ ഭൂമിയിൽ അപ്പ എന്ന് വിളിച്ച ഏക മനുഷ്യൻ യൗസേപ്പാണ്. ഈശോ യൗസേപ്പിനെ അപ്പ എന്ന് വിളിച്ചെങ്കിൽ നമുക്കും യൗസേപ്പിനെ അപ്പ എന്ന് വിളിച്ചുകൂടെ? ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവപുത്രനായ മിശിഹായിക്ക് ഭൂമിയിൽ ഒരപ്പനെ ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി അത് നടപ്പിലാക്കിയെങ്കിൽ, നോർത്തെ, ദൈവപുത്രനായ മിശിഹാ തമ്പുരാന് ഭൂമിയിൽ ഒരപ്പായെ ആവശ്യമുണ്ടെന്ന് ദൈവപിതാവിന് മനസ്സിലായി അത് നടപ്പിലാക്കിയെങ്കിൽ നമുക്ക് എത്രയധികമായി അങ്ങനെ ഒരു അപ്പനെ ഭൂമിയിൽ ആവശ്യമുണ്ട്. ആ അപ്പനാണ് യൗസേപ്പിതാവ്. ആ പിതൃത്വത്തിന്റെ മുഖമാണ് യൗസേപ്പിതാവ്. പിതൃത്വം ഭൂമിയിൽ നന്നായി ജീവിക്കാൻ യൗസേപ്പിതാവിന് നമ്മളെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, സമർപ്പിക്കാം. എല്ലാ അപ്പന്മാരെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. പറയുമ്പോൾ അപ്പനാണെങ്കിലും അപ്പനാലെ മുറിവേറ്റ ഒത്തിരി പേരുണ്ട്. ആ മുറിവുകള് വല്ലാത്ത ആഴമാണ്. അത്തരം മുറിവുകൾക്ക്, ആ മുറിവുകള് മാഞ്ഞും മറഞ്ഞും പോകാൻ, കരിഞ്ഞുണങ്ങാൻ കാലം എത്ര കാത്തിരുന്നാലും നടക്കണമെന്നില്ല. പിതൃത്വത്താൽ മുറിവേറ്റ എല്ലാവരെയും ഓർക്കാം. നമുക്കത്തരം മുറിവുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവിന് നന്ദി പറയാം. യൗസേപ്പിലൂടെ ദൈവപിതാവിൻ്റെ മുഖം കൂടുതൽ മിഴിവോടെ കാണാൻ ഈശോ ദൈവപിതാവിനെ കണ്ട യൗസേപ്പിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവപിതാവിൻ്റെ മുഖത്തെ ധ്യാനിക്കാൻ നമുക്കൊരുങ്ങാം. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഭർത്താവായ വിശുദ്ധ യൗസേപ്പെ, അങ്ങേ പക്കലേക്ക് സംരക്ഷണത്തിനായി ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ്യം അപേക്ഷിച്ച ആരെയെങ്കിലും അങ്ങ് അവഗണിച്ചതായി കേട്ടിട്ടില്ല എന്നങ്ങോർക്കണമേ. ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് എൻ്റെ ആത്മീയ പിതാവേ, അങ്ങേ പക്കലേക്ക് ഞാൻ ഓടി അണയുകയും അങ്ങേ സംരക്ഷണം യാചിക്കുകയും ചെയ്യുന്നു. ഓ ദിവ്യരക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ അപേക്ഷകൾ നിരസിക്കാതെ അങ്ങയുടെ നന്മയാൽ അവയൊക്കെയും കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യണമേ. ആമേൻ.